ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആദ്യമൊക്കെ സംശയിച്ചു. ഇങ്ങനെ ഒരു സ്വർണം കൊണ്ടുപോയി എടുത്തതായിരിക്കും, ഒന്നും എടുത്തിട്ടില്ല എന്നെല്ലാവരും പറഞ്ഞു. ഏതായാലും ഇപ്പോൾ സ്വർണ്ണപ്പാളി അത് സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികളിൽ നിന്ന് വേർപെടുത്തിയ സ്വർണം അവസാനം കണ്ടെടുക്കുന്നു. ഈ സ്വർണം ഉരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഈ മോഷണ സ്വർണം ഉണ്ടല്ലോ, കൊണ്ടുപോയി ആഭരണമായാലും എന്തായാലും അത് കൊണ്ടുപോയി ഉരുക്കി ഒരു പാത്തിയിൽ ഒഴിച്ചിട്ട് അത് ഗോൾഡ് ഇൻഗട്ട്, അതായത് ഇൻഗോട്ടെന്ന് ചിലർ പറയും, ഇൻഗട്ട് എന്നാണ് അതിൻ്റെ ഉച്ചാരണം. ഗോൾഡ് ഇൻഗട്ട് ആയിട്ടാണ് അത് മാറുന്നത്. സ്വർണ്ണ കട്ടിയാണ്. ആ കട്ടിയായിട്ടുള്ള ഒരുപാട് സ്വർണം അതുപോലെ വരാറുണ്ട്, കാണാറുണ്ട്. അത് മിക്കത് മോഷണ മുതലാണ് ഈ ഇൻഗട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്ന സ്വർണ്ണമൊക്കെ അവർ ഉരുക്കി എടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഒരു ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു വലിയ ധനാഢ്യനാണ്. അയാളുടെ പക്കൽ നിന്നും 400 ഗ്രാം സ്വർണം വീണ്ടെടുത്തു, SIT വീണ്ടെടുത്തു. ഈ 400 ഗ്രാം സ്വർണം എന്ന് പറയുന്നത് അയാൾ പറയുന്നത് അത്രേ അയാൾ വാങ്ങിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത് വാങ്ങിയിട്ടില്ല എന്ന് അയാൾക്ക് ഒരു കേസില്ല, അയാൾ വാങ്ങി, സത്യമാണ്. അയ്യപ്പൻ്റെ ആരും അതുകൊണ്ട് അങ്ങ് തുറന്നു പറയുകയാണ്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പണം, ഈ സ്വർണം വിറ്റ പണമെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുണ്ട്, ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് സ്വർണ്ണം ശബരിമലയിലെ കടത്തിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഇതിൻ്റെ കണക്ക് ഇല്ലാത്ത വിധത്തിൽ, അതുപോലെ കണക്കൊന്നും അവൈലബിൾ അല്ല, ആ രീതിയിലുള്ള സ്വർണം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന അയാളെ എങ്ങനെ പറയും? ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഈ പോറ്റി എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഈ സാധുക്കളാണ്. അവരിങ്ങനെയുള്ള വൃത്തികേടുകളൊന്നും കാണിക്കുന്നവർ വളരെ കുറവാണ്. ഞാൻ 1-2 പേരെ കണ്ടിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഈ അനുഭവങ്ങളിൽ, കേസിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് അത് ഏതാണെന്ന് ഞാൻ പറയുന്നതുമില്ല. അതല്ലാതെ അതൊഴിച്ചാൽ സാധാരണഗതിയിൽ ഈ ആ വർഗത്തിൽപ്പെട്ടവർ സാധുക്കളാണ്. അവരിങ്ങനെയുള്ള പണികളൊന്നും ചെയ്യുന്നവരല്ല. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ നടത്തിയ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, ഇഷ്ടം പോലെ വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്, വീടുകളും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അയാൾക്ക് പല സ്ഥലങ്ങളിലും വീടുകളും വസ്തുക്കളും ഒക്കെ ഉണ്ട്. പിന്നെ ബനാമി പേരുകളിൽ തന്നെ പല വസ്തുക്കളും അയാൾ വാങ്ങിയിട്ടുണ്ട്. ഇതേപോലുള്ള ഇതിനൊക്കെ കോടികൾ ചിലവാക്കി വാങ്ങിയേക്കാണ്. അതായത് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ശബരിമലയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു പണിയായിട്ട് നടക്കുന്ന ഒരുത്തന് ഇത്രയും കോടിയുള്ള ബിസിനസ് എങ്ങനെ പറ്റും? അത് മാത്രം ചിന്തിച്ചാൽ മതി, വേറൊന്നും വേണ്ട. അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു പണക്കാരനായിരിക്കണം. അങ്ങനെ ഒരു പശ്ചാത്തലമൊന്നും ഈ ഉണ്ണികൃഷ്ണൻ ഉള്ളതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇത്രയും കോടികളുടെ ബിസിനസ് നടത്തുമ്പോൾ സാമ്പത്തികമായിട്ട് കോടികളുടെയാണ് വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ളതും അതുപോലെ വീടുകൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ളതും. ഇതിന് അയാളുടെ ഈ ബാംഗ്ലൂരിലുള്ള വീട്ടിൽ നിന്ന്, ബാംഗ്ലൂരിലൊരു വീട് വേണമെങ്കിൽ തന്നെ രൂപ എത്ര ആവുമെന്ന് ആലോചിച്ച് ചിന്തിച്ചാൽ മതി. ബാംഗ്ലൂരുള്ള വീട്ടിൽ നിന്ന് 176 ഗ്രാം സ്വർണം കൂടെ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടുന്ന് ഈ ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച സ്വർണത്തിൻ്റെ എന്ന് തന്നെ ഉണ്ടാക്കിയേക്കുന്ന സ്വർണമാണ് എന്നുള്ളതാണ് ആ SIT കണ്ടെത്തിയേക്കുന്നത്. അതെന്തോന്നായാലും ശരി, ഏതായാലും അയാളുടെ അയാൾ സമ്മതിക്കുന്നുണ്ട്, ഇതുപോലെ സ്വർണം എടുത്തുകൊണ്ട് പോയി ഉരുക്കിയിട്ടുണ്ട്. ഇപ്പം അയാൾ പറയുന്നത് അയാൾ മാത്രമൊന്നുമല്ല, അയാളൊരു ടൂളാണെന്നുള്ള രീതിയിൽ അയാളൊരു സ്റ്റൂജായിട്ട് മാത്രം മാറുന്ന ഒരു ലക്ഷണത്തിലാണ് ഇയാളുടെ പോക്ക്. അയാൾ കേസിനകത്ത് തർക്കിക്കാൻ പോകുന്നു അത് തന്നെ ആയിരിക്കും കേട്ടോ. അയാളെ മുൻനിർത്തി വേറെ ആളുകൾ മോഷിച്ചാണ് എന്നുള്ളതാണ്. അതിനകത്ത് കുറച്ച് അർത്ഥം ഇല്ലാതെ ഇല്ല കേട്ടോ. കാരണം ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെന്നൊക്കെ പറയുന്നവർ അവർക്ക് ബാധ്യതയുള്ളതല്ലേ ഈ സ്വത്തിൽ, അയ്യപ്പൻ്റെ സ്വത്തിൽ. അയ്യപ്പ ഭഗവാന്റെ സ്വത്തിലെ ഇതിനകത്ത് അവർ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത ബോർഡിനല്ലേ ഉള്ളത്. ഉണ്ട്. ഇപ്പം വളരെ വലിയ കാര്യമായിട്ട് ഈ പ്രശാന്ത് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ഞാൻ കേട്ടു. എന്നകത്തായെന്ന് ചോദിച്ചാണ് അയാൾ പറയുന്നത്. അയാൾ ചോദിക്കുന്നുണ്ട്, അയാൾ പറഞ്ഞു അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തനാണെന്ന്. ഇയാൾക്ക് തൃപ്തി ഉണ്ടോ ഇല്ലയോ എന്ന് ആര് ചോദിക്കുന്നത്? അന്വേഷണത്തിൽ തൃപ്തി ഉണ്ടോ ഇല്ലയോ എന്ന് ഇയാളെന്ന് എങ്ങനെ അറിയേണ്ട കാര്യം എന്തുവാ? അന്വേഷണത്തെക്കുറിച്ച് ഇയാൾക്ക് എങ്ങനെ അറിയാം? അയാൾ അറിയാൻ പാടില്ല അന്വേഷണം എന്താണെന്ന്. കാരണം അയാളും പാർട്ടിസിപ്പിസ് ക്രിമിനൽസ് എന്ന് ഉള്ള രീതിയിൽ കൊണ്ടുവരേണ്ട ഒരാളാണ്. കാരണം ഈ കഴിഞ്ഞ 2019 കൊള്ള, അന്നാണ് വലിയ കൊള്ള നടന്നത്. ആ കൊള്ള മറയ്ക്കാനാണ് ഇപ്പം 2024 ഇയാളുടെ നേതൃത്വത്തിൽ തന്നെ ഇത് എഴുതി ഊരി കൊടുത്ത് അവസാനം ഈ ഉണ്ണികൃഷ്ണൻ്റെ തന്നെ ഇതും ഏൽപ്പിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ
ഇപ്പം നമ്മൾ കാണുന്ന നാണം കെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുക, ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന ആൾ, അയാൾ ഈ ശബരിമലയിൽ അയാളാണ് കട്ടളപ്പടിക്കുള്ള സ്വർണം സ്പോൺസർ ചെയ്തത്. ഈ സ്പോൺസർമാരെന്ന് പറയുന്നവന്മാരെല്ലാം കള്ളന്മാരാണ്. കാരണം ഇവരെന്താ പറയുക, ഇവർ ഈ ശബരിമല കൊടുക്കാൻ ഉള്ളതാണ്, ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ മുതൽ ഓരോരുത്തർ കൊടുക്കും പണക്കാർ. അത് പിരിക്കാനുള്ള പരിപാടിയാണ്. അത് കൊണ്ടുവന്ന് സ്പോൺസർ, അങ്ങനെയാണ് ഈ സ്പോൺസർ, ഈ ഉണ്ണികൃഷ്ണൻ തന്നെ വലിയ സ്പോൺസർ അല്ലായിരുന്നു. ആ സ്പോൺസറാണ് ബാക്കിയുള്ള സ്പോൺസർമാരെ എല്ലാം കണ്ടു നടന്ന് പിരിക്കുന്നത്, പണം പിരിക്കുന്നത്. തന്ത്രി, ശബരിമലയിലെ തന്ത്രി എന്നൊക്കെ പറയുന്നത് വലിയ പൊസിഷനുള്ളതാണ്. ഒരു തന്ത്രിയുടെ വിശേഷം നമ്മളതെല്ലാം കണ്ടതാണ്, ബാക്കി അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്, അതിനി പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എന്നാൽ തന്നെയും അവസാനം ആ ജംഗ്ഷൻ ഉണ്ടല്ലോ, ആ സംഭവം നടന്ന സ്ഥലത്തിന് ഒരു പേര് തന്നെ വന്ന് തന്ത്രിമുക്കെന്ന്, വളഞ്ഞമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് തന്ത്രിമുക്കെന്ന് പേരിട്ടതിൻ്റെ കാരണം അവിടുന്ന് തന്ത്രി ഇറങ്ങി ഓടിയതുകൊണ്ടാണ്. അവസാനം എന്തോ ആയിക്കോട്ടെ, ഇവിടെ തന്ത്രി മോഹനര് തന്ത്രി കണ്ഠരര് മോഹനര്, തന്ത്രി മോഹനര് മഹേശ്വരര്, ഏതായാലും നടത്തിയേക്കുന്ന ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോവർദ്ധൻ്റെ വീട്ടിൽ പൂജയ്ക്ക് പോയി. ഞാൻ പറഞ്ഞില്ലേ, അവിടെ പോയി പൂജകളൊക്കെ നടത്തി ഒക്കെ കൊടുത്തു. അതൊക്കെ ലക്ഷക്കണക്കിന് പണം ഇവർക്ക് കിട്ടും. ഇവർ പണത്തിന് വേണ്ടി ഇവരെന്ത് ചെയ്യും? കാരണം ഇവർക്കിങ്ങനെ പേരുണ്ട്, തന്ത്രി, ശബരിമലയിലെ തന്ത്രി എന്ന് പറയുന്ന വലിയ പൊസിഷനാണ്. അതേപോലെ തന്നെ മേൽശാന്തി എന്ന് പറയുന്ന വലിയ പൊസിഷനാണ്. അവിടെ ഇവരെ ഈ വലിയ ആരാധ്യ പുരുഷന്മാരായിട്ടാണ് ഇവരെ ആളുകൾ കാണുന്ന, വിശ്വാസികൾ പലരും, പണക്കാർ പ്രത്യേകിച്ചും. അവരെ കൊണ്ടുപോവുക, ആനയിച്ച് വീട്ടിൽ കൊണ്ടുപോകും. അവരൊക്കെ ആനയും അമ്പാരിയൊക്കെ വെച്ച് അവരെ കൊണ്ടു നടക്കും. അവരെ കാലം തൊട്ട് തൊഴുത് പൂജിച്ച്, എങ്ങനെയുള്ളവരെ പൂജിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള ആളുകളെയും നമ്മൾ പൂജിക്കാറുണ്ട് ചിലപ്പോൾ. ഏതായാലും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇവരുടെ വീട്ടിലൊക്കെ ചെന്നിട്ട് ഈ പൂജകളൊക്കെ നടത്തി കൊടുക്കും. ലക്ഷക്കണക്കിന് രൂപയാണ് കൈമടക്കായിട്ട് കിട്ടുന്നത് കേട്ടോ. കൈമടക്ക് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ 5 ലക്ഷം രൂപയാണ്. അതിന് കുറ്റം പറയുന്നില്ല, കാരണം അവർക്ക് ഈ പൊസിഷൻ ഉള്ളതുകൊണ്ട് കിട്ടുന്നതല്ലേ, വാങ്ങിയെടുത്തോട്ടെ. പക്ഷേ അതിൻ്റെ കൂടെ അയ്യപ്പനെയും കൂടെ വിൽക്കേണ്ട കാര്യമുണ്ടോ? ഇനി അവിടെ ശ്രീ വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യം, അയ്യപ്പ ഭഗവാൻ അവിടെ ഭാഗ്യം കൊണ്ടിരിക്കുകയാണെന്ന്. അത് ഒറിജിനൽ അയ്യപ്പനാണോ എന്ന് ഒരു പരിശോധിക്കേണ്ട ഗതിയായിട്ടിരിക്കുക ഇപ്പോൾ. കാര്യം ആ വിഗ്രഹം പോലും എടുത്ത് അവന്മാർ വിറ്റിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ ഒക്കത്തില്ല. ഇനി അതിൻ്റെ മേൽക്കൂര സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് ഈ ശ്രീകോവിലിൻ്റെ. ഇതുവരെ നമ്മൾ ദ്വാരപാലകരിലും കട്ടളപ്പടിയിലും വാതിലിലും ഒക്കെ ഉള്ള കാര്യമാണ് വന്നേക്കുന്നത് കേട്ടോ. ഇനി ഈ മേൽക്കൂര പൊളിച്ചെടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ, അത് മാറ്റിയിട്ടുണ്ടോ എന്ന് മാറ്റാതിരിക്കത്തില്ല. കാരണം സ്വർണം കണ്ടു കഴിഞ്ഞാൽ ഈ ഉണ്ണികൃഷ്ണൻ ഒന്നും സഹിക്കത്തില്ല കേട്ടോ. ഞാൻ അയാളെ പോറ്റിന്ന് മനഃപൂർവ്വം പറയാത്തതാണ്, കാരണം ആ വർഗത്തിനെ ആക്ഷേപിക്കേണ്ടെന്ന് വിചാരിച്ച് പറയാത്തതാണ്. സഹിക്കുകയല്ല, അല്ല ഇതിങ്ങനെ കിടക്കല്ലേ ഇഷ്ടമാതിരി. ഏതായാലും സ്വർണ്ണം ഇഷ്ടം പോലെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ബാക്കി ഇനി ഇതുപോലെ കണ്ടെടുക്കണം. ഇനി സ്ട്രോങ് റൂമിലെ പരിശോധനയൊക്കെ നടക്കുന്നുണ്ടല്ലോ, ജസ്റ്റിസ് കെ ടി ശങ്കരൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒത്തുനോക്കി ഒക്കെ കണക്ക് കറക്റ്റാക്കി എടുക്കണം. അത് എടുക്കുമ്പോൾ കുറച്ച് വെളിയിലേക്ക് വരുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് കാണാം. ഒരുപാട് കാര്യങ്ങൾ വെളിയിലേക്ക് വരും. ഇതെല്ലാം ഇപ്പോൾ സ്ട്രോങ് റൂമിലുണ്ടെന്നൊക്കെ പറയുമല്ലേ. എന്താണ്ടാലും അത് സ്ട്രോങ് റൂമിലുണ്ട്. സ്ട്രോങ് റൂമിൽ എന്താ ഉള്ളതെന്ന് ഇപ്പോൾ അദ്ദേഹം നോക്കിയെടുക്കട്ടെ. അത് ജസ്റ്റിസ് ശങ്കറിനെ കളിപ്പിക്കാനൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. വിശദമായിട്ട് തന്നെ പരിശോധിച്ച് അത് റെക്കോർഡ്സ് വെച്ച് നോക്കി അത് കണക്കെടുപ്പ് നടത്തി കഴിയുമ്പോൾ ഇത് ഇനിയും എന്തൊക്കെ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് വെളിയിലേക്ക് വരും. അപ്പോഴൊക്കെയാണ് ഈ പ്രശാന്തുമൊക്കെ ഓട്ടം പിടിക്കാൻ പോകുന്നത് ഉള്ള കാര്യം ഞാൻ പറയാം. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഇത് ഒരല്പമെങ്കിലും എന്തെങ്കിലും ചെറിയ വിശ്വാസമെങ്കിലും ഉള്ള ആളുകൾ അയ്യപ്പൻ്റെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോകും. അത് മാത്രം ചിന്തിച്ചാൽ മതി. അയ്യപ്പ ഭഗവാനെ ആളുകൾ കാണിക്കായിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ അവിടെ നിന്ന് അടിച്ചു മാറ്റി എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ എവിടേക്കാണെന്ന്. ഇവർ ഇങ്ങനെ ഇതൊക്കെ ഇതുമായിട്ടൊന്നും യാതൊരു വിശ്വാസവും ഇല്ലാത്ത ആളുകളുമൊക്കെ ഇതിനകത്ത് കയറി ഇരുന്നിട്ട് ഇതേപോലുള്ള പണി ചെയ്യും. അപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ കാര്യം നമ്മൾ പറഞ്ഞാലോ, അവർക്ക് എത്തിപ്പെടുന്ന സാധാരണഗതിയിൽ അവർ ഭക്തന്മാരാണ്. പക്ഷേ ഇയാൾ നോക്കിയപ്പോൾ എന്തുവാ, എളുപ്പമുണ്ട്, ഇവിടുന്ന് അടിച്ചുകൊണ്ട് പോയി ഇഷ്ടം പോലെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി. ചോദിക്കാനും പറയാനും ആരുമില്ല. അയ്യപ്പ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം തന്നെ നോക്കിക്കൊള്ളണം, വേറെ ആരും നോക്കാനില്ല. ദേവസ്വം ബോർഡ് അതിനൊന്നും ആ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഏതായാലും ശരി, ബോർഡിന് ഇത് ഈ ബാധ്യതയുണ്ട് എന്ന് ഹൈക്കോടതിയുടെ ഫൈൻഡിങ്ങോടുകൂടി ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടില്ല. പക്ഷേ അന്വേഷണം, ഈ SIT എന്നൊക്കെ പറയുന്നത് നമ്മുടെ പോലീസ് സേനയുടെ ഒരു ഭാഗമല്ലേ, അതെങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റൂ.
പക്ഷേ ഇത്രയെങ്കിലും സ്വർണം വീണ്ടെടുത്തല്ലോ, ഇത് പോരാ, ബാക്കി പോയിട്ടുള്ളതും കൂടെ എടുക്കണം, വീണ്ടെടുക്കണം, സ്വർണ്ണമെല്ലാം കണ്ടെടുക്കണം. ഈ ദൈവത്തിനെ കളിപ്പിച്ചവന്മാരെ ഒരൊറ്റ എണ്ണത്തിനെ വെറുതെ വിടരുത്. കാരണം ഇത് ദൈവത്തിനെ കളിപ്പിക്കുക എന്ന് പറയുന്നത് ഈ നാട്ടിലെ വിശ്വാസ സമൂഹത്തിനെ കളിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അവർ ഒരൊറ്റ എണ്ണത്തിനെ വെറുതെ വിടാൻ പാടില്ല.